വേണ്ടി നിബ്രാസുലും സ്റ്റുഡൻസ് അസോസിയേഷന്റെ പൂർവ്വ വിദ്യാർത്ഥി പ്രിയപ്പെട്ട ഫർഷാദ് ഫൈസി കൈപ്പുറത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷൻ, സ്നേഹനിധിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ, പരിശുദ്ധമായ ഈ പ്രഗൽഭ മഹല്ലത്തിന്റെ കർമ്മോത്സുകരായ ഇതിന്റെ ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രമായ ഈ സദസ്സിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ നാം ഇവരെയും അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളും കരുണാവാരിധിയായ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിച്ച് അവസാനം ഹബീബിനെ കണ്ട് പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതാനും ചില വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കാനാണ് ഈ വിനീതൻ ആഗ്രഹിക്കുന്നതും ഈ സദസ്സ് ആവശ്യപ്പെടുന്നതും എന്നുള്ള വ്യക്തമായ ഒരു ബോധത്തോടു കൂടെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ വിനീതൻ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മനസ്സിൽ വരുന്ന സന്തോഷം ഞങ്ങളുടെ ഉപ്പയും ഞങ്ങളുടെ ഉമ്മയുമായ ഞങ്ങളുടെ ആത്മീയ പിതാവാകുന്ന ഞങ്ങളെ വന്ദ്യരായ ശൈഖുന ഞങ്ങളുടെ ഉസ്താദ് അവറുകൾ അവിടത്തെയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ കഴിയുന്ന ഈ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദമുള്ള ഒരു സന്ദർഭമായി കാണുകയാണ്. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹു തആല ദീർഘ ആയുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത് ഒരു പവിത്രമായ മജ്ലിസിലാണ്, ഒരു മഹത്തായ മജ്ലിസിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ പറയുന്ന ഈ പവിത്രമായ മജ്ലിസ്, മഹാന്മാക്കളായ മാലാഖമാരുടെ അർവാഹുകൾ ഒരുമിച്ച് കൂടുന്ന ഈ പവിത്രമായ മജ്ലിസ്, പരിശുദ്ധരായ ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ സഹായിക്കാനും അവരെ സന്തോഷത്തോടെ യാത്ര അയക്കാനും വേണ്ടിയ പരിശുദ്ധമായ ഈ പരിശുദ്ധ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ സുഖലോക സ്വർഗ്ഗത്തിൽ നാം ഇവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ആമുഖമില്ലാതെ, ഒരു മുഖവിരയില്ലാതെ ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മഹത്തായ പരിശുദ്ധ ദീനിന്റെ ഇൽമ പറയുന്ന പരിശുദ്ധ മജ്ലിസിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗീയ ലോകത്ത് നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിലാണ്, ഏറ്റവും നല്ല കോലത്തിലാണ് മനുഷ്യരാകുന്ന ഉത്കൃഷ്ട ജീവികളാകുന്ന നമ്മെ അല്ലാഹു തആല പടച്ച് സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത്. ലോകത്ത് ആരെല്ലാം കഴിഞ്ഞു പോയാലും, ലോകത്ത് ആരെല്ലാം മുൻകടക്കാൻ ശ്രമിച്ചാലും ഏറ്റവും വലിയ ഇബാദ്, ഏറ്റവും വലിയ അല്ലാഹുവിന്റെ അടിമകൾ അത് മനുഷ്യർ മാത്രമാണ്. വലഖദ് കറംനാ ബനി ആദം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളെ ബഹുമാനിച്ചിട്ടുണ്ട്. ആ ബഹുമാനിക്കൽ അതിൽ ഏറ്റവും വലിയ ഒരു മഹത്തായ കർമ്മമാണ് ഇൽമുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത്. ആ ഇൽമുമായിട്ട് ബന്ധപ്പെടുന്നവരാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്ന ഈ മുതഅല്ലിം സുഹൃത്തുക്കള്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ, ഈ മഹല്ലത്തിന്റെ കാര്യദർശികൾ പറഞ്ഞതുപോലെ, ഒരുപാട് പാരമ്പര്യം പറയാനുള്ള, ഒരുപാട് അഭിമാനിക്കാനുള്ള ഒരു സന്തോഷ നിമിഷത്തിലാണ് നമ്മൾ പങ്കെടുത്തിട്ടുള്ളത്. ഒരുപാട് കാലങ്ങളായി ദർസ് നടന്നു വരുന്ന ഏതൊരാളുടെ മുന്നിലും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന, ഞങ്ങളുടെ നാട് 30ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദർസുള്ള മഹല്ലത്താണെന്ന് ആരുടെ മുന്നിലും അഭിമാനം പറയാൻ പറ്റുന്ന ഒരു നാട്ടുകാരാണ് നിങ്ങൾ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അല്ലാഹു സുഖലോക സ്വർഗ്ഗത്തിൽ ആലിമീങ്ങളോടുകൂടെ മുതഅല്ലിമീങ്ങളോടുകൂടെ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും വലിയ മുദരിസ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങള് പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിൽ തുടങ്ങി വെച്ച ദർസാണ് ലോകത്തിന്റെ നാനാഭാഗത്തും ഇന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദർസിൽ 500ഓളം വരുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തുണ്ടായിരുന്നു. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു അവരുടെ നേതാവ്. അബൂ ഹുറൈറ തങ്ങൾക്ക് ചെലവ് കൊടുത്തിരുന്ന മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സിദ്ദീഖ് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുഅ്മിനീങ്ങളെ മഹാനവരുടെ മഹത്വം നമുക്കറിയാം. മഹാനായ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് കൊണ്ട് മുത്തനബി തങ്ങൾ ഒരു സദസ്സിലിരിക്കുമ്പോൾ മുത്തായ റസൂലുള്ളാഹ് തന്റെ പ്രിയപ്പെട്ട കവിയാകുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളോട് ചോദിച്ചു, യാ ഹസ്സാൻ ഹൽ ഖുൽത ഫീ അബീ ബക്കറിൻ ശൈആ. ഹസ്സാനേ, എന്നെ കുറിച്ച് എപ്പോഴും നീ കവിത ചൊല്ലാറുണ്ട്, എന്റെ അബൂബക്കറിനെ കുറിച്ച് ഒന്നും നിനക്ക് പറയാനില്ലേ ഹസ്സാൻ? ആ സമയത്താണ് ആദരവായ മുത്തിന്റെ അടുത്തിരുന്നു സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറഞ്ഞു കൊടുത്തത്, ഉണ്ട് നബിയേ, അബൂബക്കറിനെ കുറിച്ച് പറയാനല്ലാതെ വേറെ ആരെയാണ് ലോകത്ത് ഹബീബിന്റെ കഴിച്ച് പറയാനുള്ളത്? എന്നിട്ട് അവിടെ നിന്ന് ഒരു കവിത ചൊല്ലിക്കൊടുത്തു, وكان حب رسول الله قد علموا من البرية لا يعدل به رجلا. മഹാനായ റസൂലുള്ളാഹ് ആരംഭ ഹബീബുള്ളാഹ് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറയുകയാണ്, മുത്തനബിയെ, സിദ്ദീഖിനോളം നിങ്ങളെ സ്നേഹിച്ച ഒരാളും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ നിന്ന് ആ മദീനത്തുൽ മുനവ്വറയിലേക്ക് നിങ്ങൾ ഹിജ്റ പോയ സമയമില്ലേ, ആ സമയത്ത് നിങ്ങളെ കൂടെ കൂടിയതാരാ? അത് അബൂബക്കർ ബിൻ അബീ ഖുഹാഫ. നിങ്ങൾ നടന്നു പോകുമ്പോ നിങ്ങളുടെ വലത് ഭാഗത്ത് അബൂബക്കറുണ്ട്, നിങ്ങളുടെ ഇടത് ഭാഗത്ത് അബൂബക്കറുണ്ട്, നിങ്ങളുടെ മുന്നിൽ അബൂബക്കറുണ്ട്, നിങ്ങളുടെ പിന്നിൽ അബൂബക്കറുണ്ട്. ആ സമയത്ത് റസൂല് നിങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചില്ലേ, എന്തിനാണ് അബൂബക്കറേ എന്റെ ഓരോ വശങ്ങളിലായിട്ട് നിങ്ങൾ നടക്കുന്നത്? ആ സമയത്ത് നബിയെ നിങ്ങളോട് പറഞ്ഞൊരു മറുപടി ഇല്ലേ അബൂബക്കർ, യാ റസൂലല്ലാഹ്, എന്റെ ഹബീബേ, നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു പോറല് പോലും ഏൽക്കാതിരിക്കാനാണ് ഞാൻ നിങ്ങളുടെ ഓരോ ഭാഗത്തായിട്ട് നടക്കുന്നത്. അവസാനം നബിയേ, നിങ്ങളെയും കൊണ്ട് 6 തൗറാകുന്ന വലിയൊരു പർവ്വതത്തിന്റെ ചാരത്തേക്ക് പോയിട്ട് അവിടുന്ന് അതിന്റെ ചുവട്ടിൽ നിൽക്കുന്ന നിങ്ങളോട് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞില്ലേ, നബിയെ, 2.5 കിലോമീറ്ററോളം ഉയർന്നു നിൽക്കുന്ന 6 തൗറ 4610 അടി മുകളിലേക്ക് കയറണ്ട ആ 6 തൗറിന്റെ ചാരത്ത് വെച്ച് മുത്തായ തങ്ങളെ നിങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, യാ റസൂലല്ലാഹ്, നിങ്ങൾ ഇതിന്റെ മുകളിലേക്ക് കയറല്ല റസൂലേ, നിങ്ങൾ എന്റെ ചുമലിലേക്ക് കയറൂ ഹബീബ് എന്ന് പറഞ്ഞ് 4610 അടി മുകളിലേക്ക് നടക്കേണ്ട ആ വലിയ കുന്നിന്റെ മുകളിലേക്ക് നിങ്ങളെ ചുമന്ന് പോയത് അബൂബക്കർ. ആ അബൂബക്കറിനോടും നിങ്ങളെ സ്നേഹിച്ച ഒരാളും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ആ അബൂബക്കറിനോടും നിങ്ങളെ പ്രേമിച്ച ഒരാളും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ആ സിദ്ദീഖ് തങ്ങളാണ് ചെലവ് കൊടുത്തിരുന്നത്. ചുറ്റി പറയാൻ സമയമില്ല, വളരെ ചുരുങ്ങിയ സമയത്തിൽ അല്പം പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാനായ റസൂലുള്ളാഹി ഒരു ഹദീസ് പറയുന്നത് കാണാം, ഖിയാമത്ത് നാളിൽ ഒരു ആലിമിനെയും ഒരു ആബിദിനെയും കൊണ്ടുവരപ്പെടും. ആബിദായ മനുഷ്യനുണ്ട്, അല്ലാഹുക്ക് സദാസമയം ഇബാദത്ത് ചെയ്ത മനുഷ്യനുണ്ട്. ആ മനുഷ്യനോട് പറയുമത്രേ, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ,
സ്വർഗത്തിലേക്ക് പോയിക്കോന്ന് പറയും. എന്നിട്ട് റസൂൽ പറയാ, പക്ഷേ ഇൽമ പഠിച്ച് അമൽ ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുന്ന ആലിമിനോട് പിടിച്ചു നിർത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് പറയും അത്രേ, എന്നിട്ട് പറയും എങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിയത്? അയാൾ പറയും, ഞാൻ ഇന്ന പള്ളിയിൽ ഓതിയിരുന്നു, ഈ പട്ടർക്കുളം മഹല്ലത്തിൽ ഞാൻ ഓതിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഓതിയ സ്ഥലങ്ങൾ പറഞ്ഞിട്ട് അവർ പറയത്രേ, അവരൊക്കെ ഭക്ഷണം തന്ന് സഹായിച്ചത് കൊണ്ട്, അവർ തന്ന അന്നം കഴിച്ചുകൊണ്ട് ഇൽമ പഠിച്ചവരാണ് ഞങ്ങൾ, അതുകൊണ്ട് അവരാണ് ഞങ്ങളെ സഹായിച്ചെന്ന് പറയുമ്പോ അല്ലാഹ് പറയും അത്രേ, എങ്കിലും നീ ഒറ്റക്ക് സ്വർഗത്തിലേക്ക് പോണ്ട, ആരൊക്കെയാണോ നിന്നെ സഹായിച്ചതെങ്കിൽ അവരെ മുഴുവൻ ശുപാർശ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോ എന്ന് പറഞ്ഞവർക്ക് അന്നം കൊടുത്തവരെ, വസ്ത്രം കൊടുത്തവരെ, പുഞ്ചിരിച്ചവരെ, സ്നേഹിച്ചവരെ, അവരോട് നല്ല രീതിയിൽ പെരുമാറിയവരെ, വന്യരായ ഞങ്ങളെ ഉസ്താദിനെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാരെ, ഞങ്ങളെ മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്ന ഈ മുഹിബ്ബീങ്ങളെ, നിങ്ങളെയും അവർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനിപ്പിക്കുകയാണ്, ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഉസ്താദ് അവറുകൾ നമ്മളോട് ഓർമ്മപ്പെടുത്തി ഒരു ചരിത്രത്തിന്റെ ഒരു ശകല ഭാഗം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്കാണ് ഒരു കൂട്ടം മനുഷ്യർ കടന്നു വരുന്നത്. ഒരു കൂട്ടം മഹാനായ സൽമാൻ ഫാരിസി തങ്ങൾ പ്രഭുവിന്റെ മകനാണ്. പേർഷ്യയിലെ വലിയ രാജാവായിരുന്ന പ്രഭുവിന്റെ മകനാണ് സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. ആ സൽമാനുൽ ഫാരിസി തങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സുണ്ട്. മഹാന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ഒരു കരിമ്പടമുണ്ട്. കറുപ്പ് ആടിന്റെ രോമങ്ങൾ കൊണ്ട് നെയ്തെടുത്ത കരിമ്പടമാണ്. അതിന് ഉച്ച സമയമാണ്. വല്ലാത്ത മുഷിപ്പിന്റെ നാറ്റമുണ്ട്. ഇരിക്കുന്നത് ലോക നേതാവിന്റെ മുന്നിലാണ്. ഒരു സംശയം തീർക്കുകയാണ്. മുത്ത് ഹബീബിന്റെ മുന്നിലിരുന്ന് കിതാബ് ഓതി പഠിക്കേണ്ട ഒരു സമയത്താണ് തന്റെ അരികിലേക്ക് ഉയൈന എന്ന് പറയുന്ന നേതാവിന്റെ കൂടെ ഒരുപാട് ധനാഢ്യന്മാരുടെ ഒരു സംഘം ഹബീബായ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നത്. പക്ഷേ ഫമാ ജലസൂ ബൈന യദയിൽ മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അവർ ഇരുന്നില്ല. കാരണം എന്താ? മുത്തുനബി തങ്ങളുടെ അരികിലിരിക്കുന്നത് ഒരു റദായിലുകളിൽപ്പെട്ട ഒരു നിന്ദ്യനായ മനുഷ്യനാണ്. നല്ല വസ്ത്രം ധരിക്കാനില്ലാത്തവരാണ്. ആ കാരണം കൊണ്ട് അവർ ഇരുന്നില്ല. കാരണം പറഞ്ഞു, മുഹമ്മദ് എപ്പോൾ ഞങ്ങൾ വരുമ്പോഴും നിങ്ങൾ അരികിൽ കാണുന്നത് ഇത്തരം താഴെ നിലക്കുള്ള ആളുകയാണ് കാണുന്നത് എന്ന് പറഞ്ഞപ്പോ അവർ ഇരിക്കാതെ മടങ്ങി പോവാൻ തുടങ്ങി. ആ സമയത്താണ് തങ്ങളുടെ മനസ്സിലും വന്നു പോയി, ഈ സമയത്ത് സൽമാൻ ഇവിടെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചേനെ. ആ സമയത്താണ് ഉസ്താദ് പറോദിയല്ലോ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിലെ ആയത്ത് ഓതിയത്. ആ സമയത്താണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമയത്ത് പരിശുദ്ധമായ ഖുർആൻ ശരീഫിലെ ആയത്ത് ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, മുത്തുനബിയെ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ പ്രഭാത പ്രദോഷ സമയത്ത് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുന്ന ഈ ആളുകളെ കൂടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത് റസൂലേ. ഇവർ പോയ സമയത്ത് മുത്തുനബി തങ്ങൾ അന്വേഷിച്ചു, എന്റെ സൽമാൻ എവിടെയാണ് എന്റെ സൽമാൻ? ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ സൽമാൻ അപ്പുറത്തിരുന്ന് കരയുന്നുണ്ട് നബിയേ. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ അരികിൽ വന്ന് ചോദിച്ചത്, എന്തിനാണ് പൊന്നുമോന് സൽമാനെ നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ, നബിയേ ഞാൻ കാരണം എത്ര ആളുകളാണ് ഇസ്ലാം സ്വീകരിക്കാതെ പോയത്. അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞ വല്ലാത്ത ഒരു വാക്ക് സൽമാൻ തങ്ങളോട് പറഞ്ഞത്, സൽമാനു മിന്നീ വമിൻ അഹ്ലി ബൈതി. സൽമാനേ നീ എന്നിൽ നിന്നുള്ളതല്ലേ, വമിൻ അഹ്ലി ബൈതി നീ എൻ്റെ അഹ്ലു ബൈത്താണ് സൽമാൻ റളിയല്ലാഹു അൻഹു. മുത്തനബി തങ്ങൾ പറഞ്ഞ ഒരു ഓഫർ അങ്ങോട്ട് കൊടുത്തു. പുറത്തുനിന്ന് ഒരു നാടനെ അഹ്ലു ബൈത്ത് കൂട്ടിയിട്ടുള്ളൂ, അത് സൽമാനു മിന്നി വമിൻ അഹ്ലി ബൈതി. സൽമാൻ അത് എൻ്റെ അഹ്ലു ബൈത്താണ് നബി തങ്ങൾ പറഞ്ഞ സ്ഥാനം കൊടുത്തു. ഈ മുതഅല്ലിമിന് ഒന്നുമില്ലാത്ത മുതഅല്ലിമിന് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ